ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് ടോപ്പിക്കാണ്, അതായത് സെക്കൻഡ് പോയിന്റ്. നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞിരുന്നു ആരൊക്കെയാണ് ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന പേഴ്സൺ എന്ന് പറയുന്നത്. അത് ഇൻഡിവിജ്വൽ ആവാം, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആയിരിക്കാം, കമ്പനി ആവാം, AOP ആവാം, BOI ആവാം എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് കേസ് നമ്മുടെ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതായത് ഒരു ഇൻഡിവിജ്വലിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ് നമ്മൾ ഇതുവരെ ഇപ്പം നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി രണ്ടാമത്തെ ആള്, അതായത് ഇൻകം ടാക്സിൻ്റെ ബേസിസിൽ രണ്ടാമത്തെ പേഴ്സൺ എന്നറിയപ്പെടുന്ന ആരാണ്? റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, HUF ഈ 3 സ്റ്റാറ്റസുകൾ. ഒരു HUF-നും റെസിഡൻറ്റും നോട്ട് ഓർഡിനറി റെസിഡൻറ്റും നോൺ റെസിഡൻറ്റും ഒക്കെ ആവാം. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണുള്ളത് നോക്കാം. ഇതിൽ ഫസ്റ്റ് കേസ്, ഒരു HUF-ന് റെസിഡൻ്റ് ആവണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത്? ഇറ്റ് ഈസ് എ റെസിഡൻറ്റ് ഇഫ് ദ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ഇറ്റ്സ് അഫയേഴ്സ് ഈസ് സിറ്റുവേറ്റഡ് ഹോളി ഓർ പാർട്ട്ലി ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദ റെലവൻറ്റ് പ്രീവിയസ് ഇയർ. അപ്പോൾ അതിനാണ് പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടത്. ആ റെലവൻ്റ് ആയിരിക്കുന്ന പ്രീവിയസ് ഇയറിൽ ആ ഒരു HUF-ൻ്റെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യപ്പെടുന്നതും മാനേജ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഒക്കെ മുഴുവനായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ പാർട്ട്ലി ഇൻ ഇന്ത്യ ആയിരിക്കുക എന്നുള്ളതാണ്. ആൻഡ് ദ കർത്ത എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി നമ്മൾ പറയും കാരണവർ, ഏറ്റവും ടോപ്പിലുള്ള ഒരാൾ അല്ലെ, ആ കുടുംബത്തിലത്തെ ഏറ്റവും ടോപ്പിലുള്ള കാരണവർ എന്ന് പറയും. അവരുടെ അണ്ടറിലായിരിക്കും അവിടുത്തെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു കർത്ത സാറ്റിസ്ഫൈ ബോത്ത് ദ അഡീഷണൽ കണ്ടീഷൻസ് അപ്ലിക്കബിൾ ടു ആൻ ഇൻഡിവിജ്വൽ. അതായത് നമ്മൾ ഇൻഡിവിജ്വലിൻ്റെ കേസ് പഠിക്കുമ്പം 2 കാറ്റഗറി പഠിച്ചു അല്ലേ? ആദ്യത്തെ ബേസിക് കണ്ടീഷനും രണ്ടാമത്തെ അഡീഷണൽ കണ്ടീഷനും. അപ്പോൾ ഈ കർത്ത എന്ന് പറയുന്ന ആളെ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? റെസിഡൻ്റ് ആവണമെങ്കിൽ ആദ്യത്തെ കേസിൽ ആ രണ്ട് പോയിന്റുകളും അവിടെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ് കാറ്റഗറി ബിയിൽ പറഞ്ഞ പ്രകാരമുള്ള കണ്ടീഷൻസ്. കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് മീൻസ് ദ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. ഇവിടെ നമ്മൾ പറഞ്ഞ ഈ ഒരു കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ കർത്ത എടുക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിനെയൊക്കെയാണ് അവിടെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്ന് പറയുന്നത് റെസിഡൻ്റ് ആവണമെങ്കിൽ അതിൻ്റെ കൺട്രോളും മാനേജ്മെൻറ്റ് ഓഫ് ഇറ്റ്സ് അഫയേഴ്സും എല്ലാം പ്രീവിയസ് ഇയറിൽ കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ പാർട്ട്ലി ഇന്ത്യയിലായിരിക്കുക. അതിൻ്റെ കർത്ത എന്ന് പറയുന്ന ആൾ ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈയും അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയുമാണെങ്കിൽ അതിനെ നമുക്ക് റെസിഡൻ്റ് ആണ് എന്ന് പറയാം. ഇനി രണ്ടാമത്തെ കേസ്, നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്. HUF ഈസ് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് when the control and management of its affairs is situated wholly or partly in India, but the Karta of HUF does not satisfy the additional condition. കണ്ടീഷൻ എന്ന് പറയുമ്പോൾ കാറ്റഗറി ബിയിൽ പറയുന്ന. അപ്പോൾ ആദ്യത്തെ കേസിൽ റെസിഡൻ്റ് ആവണമെങ്കിൽ 2 അഡീഷണൽ കണ്ടീഷനും ഫുൾഫിൽ ചെയ്യണം. രണ്ടാമത്തെ കേസിൽ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആവണമെങ്കിൽ അവിടെ കർത്ത എന്ന് പറയുന്ന ആൾ അഡീഷണൽ കണ്ടീഷൻ ഒന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ അവരെ എന്ത് പറയാം? നോട്ട് ഓർഡിനറി റെസിഡൻ്റ് എന്ന് പറയാം. ഇനി മൂന്നാമത്തെ കേസിൽ നോൺ റെസിഡൻ്റ് ആണ്. നോൺ റെസിഡൻ്റ് ആകുമ്പോൾ നമുക്ക് എളുപ്പമാണല്ലോ, കാരണം കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ഇറ്റ്സ് അഫയേഴ്സ് ഒക്കെ അതെങ്ങനെയാണ്? ഈ സിറ്റുവേറ്റഡ് ഹോളി ഔട്ട്സൈഡ് ഇന്ത്യക്ക് പുറത്തായിരിക്കും അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെങ്കിൽ അതിനെ നോൺ റെസിഡൻ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഇല്ലുസ്ട്രേഷൻ ഇവിടെ നോക്കാം. ഇല്ലുസ്ട്രേഷനിൽ പറഞ്ഞിരിക്കുന്നത് A HUF in Gujarat carries on the business of export of textile goods to Dubai, and for this purpose it has an office in Dubai which is managed by the younger brother of Karta. The Karta resides in India permanently but visits Dubai occasionally. Policy decisions are taken by Karta. അപ്പോൾ ഇതിലെന്താ നമ്മളോട് ചോദിക്കുക? ഇങ്ങനെ നടത്തുന്ന ഈ ഒരു ബിസിനസ് ഇതിൽ അവരുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ HUF-ൻ്റെ പ്രത്യേകത എന്താണ്? ഇവർ ഗുജറാത്തിലാണ് ബിസിനസ് ചെയ്യുന്നത്. അവർ ഗുജറാത്തിൽ നിന്ന് ദുബായിലേക്കാണ് എന്ത് ചെയ്യുന്നത്? എക്സ്പോർട്ട് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ദുബായിലെ ഓഫീസിൽ മാനേജ് ചെയ്യുന്നത് ആരാ? കർത്തയുടെ യങ്ങർ ബ്രദറാണ്. പക്ഷെ പെർമനൻ്റ്ലി കർത്ത റിസൈഡ് ചെയ്യുന്നത് എവിടെ? ഇന്ത്യയിൽ തന്നെയാണ്. ഇടയ്ക്കൊരു വിസിറ്റ് മാത്രമാണ് ദുബായിലേക്ക് പോകുന്നുള്ളൂ അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോളിസികളെല്ലാം എടുക്കുന്നത് കറക്റ്റ് തന്നെയാണെന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്കത് കൃത്യമായിട്ട് പറയാം, കാരണം ആ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഒക്കെ
ചെയ്യുന്ന കർത്ത എവിടെയാണ്? ഇന്ത്യയിലുമാണ്. അതേപോലെ തന്നെ അതെല്ലാം നടത്തപ്പെടുന്നത് ഇന്ത്യയിൽ നിന്നാണ്. ബിസൈഡ്സ് കർത്ത സാറ്റിസ്ഫൈ ബോത്ത് അഡീഷണൽ കണ്ടീഷൻ. കൂടാതെ ആ കർത്ത 2 അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ദുബായിൽ ഒക്കേഷണലി മാത്രമേ പോകുന്നുള്ളൂ. അപ്പോൾ ആ കണ്ടീഷൻ എന്താണ്? 10ൽ 2 വർഷവും 7ൽ 730 ദിവസവും കർത്ത ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ HUF എന്ന് പറയുന്നത് എന്താണ്? റെസിഡൻ്റ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ. ഇനി അപ്പോൾ നമ്മൾ ആ പേഴ്സൺ എന്ന് പറയുന്നതിൽ ആദ്യത്തെ ഇൻഡിവിജ്വലിൻ്റെ കേസ് കഴിഞ്ഞു. രണ്ടാമത്തെ കേസ് HUFൻ്റെ കേസിലാണ്. അപ്പോൾ HUFിലും എന്തുണ്ട്? റെസിഡൻറ്റും നോട്ട് ഓർഡിനറി റെസിഡൻറ്റും നോൺ റെസിഡൻറ്റും ഉണ്ട്. അപ്പോൾ അതും ഇതിൻ്റെ സിറ്റുവേഷൻ ഇതാണ്. എന്തൊക്കെയാണ് ഫുൾഫിൽ ചെയ്യേണ്ടത്? ആദ്യത്തെ കേസിൽ റെസിഡൻ്റ് ആവണമെങ്കിൽ നമ്മളവിടെ പ്രധാനമായിട്ട് പറയുന്നത് ഇന്ത്യയിലായിരിക്കണം ആ ബിസിനസ്സിൻ്റെ പാർട്ട്ലി അല്ലെങ്കിൽ ഹോളി ആ കൺട്രോൾ എല്ലാം വരുന്നത്. ആൻഡ് കർത്ത 2 അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ കേസിൽ അവിടെ 2 അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണ്. മൂന്നാമത്തെ കേസ് നോൺ റെസിഡൻ്റ് എന്ന് പറയുമ്പം അത് കംപ്ലീറ്റ് ആയിട്ട് ഔട്ട്സൈഡ് ഇന്ത്യയാണ് അത് കൺട്രോൾ ചെയ്യപ്പെടുന്നത്. ഓക്കെ. ഇനി അടുത്തത് മൂന്നാമത്തെ പേഴ്സൺ ഇൻകം ടാക്സിൻ്റെ പർപ്പസിൽ മൂന്നാമത് നമ്മൾ പേഴ്സൺ എന്ന് പറയുന്ന ആരെയൊക്കെയാണ്? റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് എ ഫേം. ഒരു ഫേം അല്ലെങ്കിൽ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് AOP അല്ലെങ്കിൽ BOI ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്. ഇവർക്കും എന്തുണ്ട്? ഈ സ്റ്റാറ്റസുകളുണ്ട്. അപ്പോൾ എ ഫേം AOP ഓർ BOI മേ ബി ഐദർ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവർക്ക് ഏത് ഓപ്ഷൻ ഇല്ല. നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല. ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? ഐദർ റെസിഡൻറ്റ് ഓർ നോൺ റെസിഡൻറ്റ്. ഒന്നില്ലെങ്കിൽ ഇവരുടെ കേസിൽ റെസിഡൻ്റ് ആണ് അല്ലെങ്കിൽ നോൺ റെസിഡൻ്റ് ആണ്. അവയ്ക്ക് ഒരിക്കലും നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആവാൻ പറ്റില്ല. ഇനി ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതായത് ഫേം AOP BOI ഇവർ റെസിഡൻ്റ് ആവണം എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്? അതിൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ഇറ്റ്സ് അഫയേഴ്സ് മുഴുവനായിട്ടോ ഭാഗികമായിട്ടോ ഇന്ത്യയിൽ നിന്നാവുകയാണെങ്കിൽ ജസ്റ്റ് അത് റെസിഡൻ്റ് ആണ്. ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ അത് നോൺ റെസിഡൻ്റ് ആണ്. ഇവർക്ക് ആ സെക്കൻഡ് കണ്ടീഷൻ ഇവിടെ വരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇതാണ് മൂന്നാമത്തെ കേസിലുള്ള പേഴ്സൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത പേഴ്സൺ എന്നറിയപ്പെടുന്നത് ആരെയാ? കമ്പനീനെയാണ്. ഓക്കെ. അപ്പോൾ കമ്പനിയുടെ കേസ് എന്താ നോക്കാം. എ കമ്പനി മേ ബി ഐദർ റെസിഡൻറ്റ് ഓർ നോൺ റെസിഡൻറ്റ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് കമ്പനിക്കും ഏത് കാറ്റഗറിയുള്ളൂ? റെസിഡൻറ്റോ നോൺ റെസിഡൻറ്റോ ഉള്ളൂ. അപ്പോൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെ ഡിറ്റർമിൻ ചെയ്യുന്നത്? ഒരു ഇന്ത്യൻ കമ്പനി ആണെങ്കിൽ അത് എപ്പോഴും എവിടെയായിരിക്കും ഉണ്ടാവുക? അത് ഇന്ത്യയിൽ തന്നെ ആയിരിക്കും റിസൈഡ് ചെയ്യുന്നുണ്ടാവുക. ഫോറിൻ കമ്പനിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ഇഫ് ഇറ്റ്സ് പ്ലേസ് ഓഫ് ഇഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഡ്യൂറിങ് ദ റെലവൻറ്റ് പ്രീവിയസ് ഇയർ ഇൻ ഇന്ത്യ. ഇവിടെ ശ്രദ്ധിക്കാം, കമ്പനി ഫോറിൻ ആയിരിക്കാം, പക്ഷെ പ്രീവിയസ് ഇയറിൽ നമ്മുടെ അതിൻ്റെ ആ കമ്പനിയുടെ എല്ലാ ഇഫക്റ്റീവ് മാനേജ്മെൻറ്റും എവിടെ ആയിരിക്കണം? ഇന്ത്യയിലായിരിക്കണം. ഓക്കെ. ആൻഡ് മൂന്നാമത്തെ കേസിൽ പറയുന്നത് ഒരു ഫോറിൻ കമ്പനി ആണ്, പക്ഷെ അത് എപ്പോഴും എന്താണ്? ഒരു നോൺ റെസിഡൻ്റ് ആവുമ്പം അതിൻ്റെ POEM എന്ന് പറയുന്നത് പ്ലേസ് ഓഫ് ഇഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഔട്ട്സൈഡ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ കമ്പനിയെ സംബന്ധിച്ചോളം ഈ 3 കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്. ഒന്നില്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഇന്ത്യൻ കമ്പനിയാണ്, അപ്പോൾ അത് തീർച്ചയായിട്ടും അതിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് റെസിഡൻറ്റ് തന്നെയാണ്. ഫോറിൻ കമ്പനിക്ക് മാത്രമാണ് 2 കാര്യങ്ങൾ വരുന്നത്. ഒരു ഫോറിൻ കമ്പനി ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇഫക്റ്റീവ് മാനേജ്മെൻറ്റ് എല്ലാം ഇന്ത്യയിൽ തന്നെയാണെങ്കിൽ അത് റെസിഡൻ്റ് ആണ്. ഒരു ഫോറിൻ കമ്പനി ആവുകയും പക്ഷേ അതിൻ്റെ മാനേജ്മെൻറ്റ് എല്ലാം ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ തീർച്ചയായിട്ടും അതെന്താണ്? ഒരു നോൺ റെസിഡൻ്റ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. ഇനി അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ആൻ ഇന്ത്യൻ കമ്പനി ഈസ് ഓൾവേസ് റെസിഡൻറ്റ് ഇൻ ഇന്ത്യ. ക്ലിയർ ആണല്ലോ? ഒരു ഇന്ത്യൻ കമ്പനി എപ്പോഴും ഇന്ത്യയിൽ തന്നെ ഉള്ളതാണ്. ഈവൺ ഇഫ് ദ പ്ലേസ് ഓഫ് ഇഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഈസ് ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇനി ചിലപ്പോൾ അതിൻ്റെ POM എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ഇന്ത്യയിലാണെങ്കിലും ഇന്ത്യൻ കമ്പനി ഈസ് റെസിഡൻറ്റ് ഇന്ത്യ. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു ഇന്ത്യൻ കമ്പനി എപ്പോഴും റെസിഡൻ്റ് ആണ്, പക്ഷേ അതിൻ്റെ കൺട്രോൾ മൊത്തം ഔട്ട്സൈഡിൽ നിന്നാണെങ്കിൽ പോലും അതെന്തായിട്ടാണ് കണക്കാക്കുന്നത്? ഇന്ത്യൻ കമ്പനി ആയിട്ടാണ്. അതാണ് ഈ 2 കേസ് പറയുന്നത്. ഒരു ഇന്ത്യൻ കമ്പനി ഓൾറെഡി റെസിഡൻ്റ് ആണ്, ഒരു ഫോറിൻ കമ്പനി ആണ്. അപ്പോൾ അതിൽ നമ്മൾ എല്ലാം അതിൻ്റെ POM എന്ന് പറയുന്നത് ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യൻ കമ്പനി റെസിഡൻറ്റ് ഇൻ ഇന്ത്യ, എന്നാലും ഇന്ത്യൻ കമ്പനി റെസിഡൻ്റ് ആണ്. പക്ഷേ ഒരു ഇന്ത്യൻ കമ്പനിക്ക് ഒരിക്കലും എന്താവാൻ പറ്റില്ല? ഒരു നോൺ റെസിഡൻ്റ് ആവാൻ പറ്റില്ല. ക്ലിയർ അല്ലേ? ഒരു ഇന്ത്യൻ കമ്പനിക്ക് നോൺ റെസിഡൻ്റ് ആവാൻ പറ്റില്ല. ഇന്ത്യയിൽ നിന്ന് സിറ്റുവേറ്റ് ചെയ്യുന്ന ഒരു കമ്പനി അല്ലേ,
അപ്പോൾ ഒരിക്കലും അതിൻ്റെ വേറൊരു കാര്യം അവിടെ പുറത്ത് പോകുന്നില്ല. ഇനി അടുത്ത കേസിലെന്ന് പറയുന്നത് ഈ ഫോറിൻ കമ്പനിക്ക് എന്താവാം, ഇന്ത്യയിൽ റെസിഡൻ്റ് ആവാം. എങ്ങനെയാണെങ്കിൽ അതിൻ്റെ POEM എല്ലാം റെലവൻറ്റ് ഇയറിൽ ഇന്ത്യയിലാണെങ്കിൽ. അതാണ് ഈ ഒരു കേസ് പറഞ്ഞത്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇന്ത്യയിലാണ് നടക്കുന്നതെങ്കിൽ ഒരു ഫോറിൻ കമ്പനിക്കും റെസിഡൻ്റ് ആവാം. പക്ഷേ അതെല്ലാം ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ അതൊരു നോൺ റെസിഡൻ്റ് ആയിട്ടാണ് ഒരു ഫോറിൻ കമ്പനീനെ നമ്മൾ കണക്കാക്കുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഫോർ ദിസ് പർപ്പസ് പ്ലേസ് ഓഫ് ഇഫക്റ്റീവ് മാനേജ്മെൻറ്റ്, ഇതിനാണ് നല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്. അതായത് POEM എന്ന് പറയുന്നത് എ പ്ലേസ് വേർ കീ മാനേജ്മെൻറ്റ് ആൻഡ് കൊമേഴ്ഷ്യൽ ഡിസിഷൻ ദാറ്റ് ആർ നെസസറി ഫോർ ദ കണ്ടക്ട് ഓഫ് ദ ബിസിനസ് ആൻഡ് എൻറ്റിറ്റി ആർ മെയ്ഡ്. ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ആ എൻറ്റിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാം എവിടെ നടത്തപ്പെടുന്നു എന്നുള്ളതിനാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, അത് ഇന്ത്യയിലാണോ, അത് വിദേശത്താണോ, അതിൻ്റെ ഈ POEM ഇഫക്റ്റീവ് മാനേജ്മെൻറ്റ് എവിടെ നിന്നാണ് നടത്തുന്നതിൻ്റെ ബേസിലാണ് നമുക്കിത് അറിയാൻ പറ്റുക. ഇനി അടുത്ത ഒരു വ്യക്തിയും കൂടിയാണ് വരുന്നത്, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് എവ്രി അതർ പേഴ്സൺ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഒരു ഇൻഡിവിജ്വലിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കഴിഞ്ഞു. രണ്ടാമത്തത് HUFൻ്റെ ആണ്. മൂന്നാമത്തത് ഫേം, AOP, BOI. നാലാമത്തത് ഒരു കമ്പനിയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ്. ഇനി അഞ്ചാമത്തതാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് എവ്രി അതർ പേഴ്സൺ. അത് ആരൊക്കെ ആവാം, ഒരു ലോക്കൽ അതോറിറ്റി ആവാം, ഒരു ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ ആയിരിക്കാം. അവരും എന്തേ ആവുള്ളൂ, ഒന്നില്ലെങ്കിൽ റെസിഡൻറ്റ് അല്ലെങ്കിൽ നോൺ റെസിഡൻറ്റ്. ഇനി ഇങ്ങനത്തെ ഒരു കേസിൽ റെസിഡൻ്റ് ആവണമെങ്കിൽ എന്താണ് പ്രത്യേകത, എവ്രി അതർ പേഴ്സൺ, ഇവരെ പറയുന്ന അതർ പേഴ്സൺസ് എന്നാണ് പറയുന്നത്. അവർ റെസിഡൻ്റ് ആവണമെങ്കിൽ അതിൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് എല്ലാം എവിടെ ആയിരിക്കണം, മാക്സിമം ഹോളി ഓർ പാർട്ട്ലി ഇൻ ഇന്ത്യ എന്നുള്ളതാണ് ആ അതർ പേഴ്സൺസ് റെസിഡൻ്റ് ആവാനുള്ള റീസൺ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കേസിൽ നോൺ റെസിഡൻ്റ് ആണെങ്കിൽ വളരെ ഈസി അല്ലേ, അതെല്ലാം എന്തായിരിക്കും, ഹോളി ഔട്ട്സൈഡ് ഇന്ത്യ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആദ്യത്തെ ഇൻഡിവിജ്വലിൻ്റെ കേസാണ് നമ്മൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ടത്. ബാക്കിയെല്ലാം നമുക്ക് ഒരുവിധം ഇത് കിട്ടുക, ഈ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമുള്ളൂ. എപ്പോഴും റെസിഡൻറ്റും അപ്പോൾ ആദ്യത്തെ കേസിൽ ഒരു ഇൻഡിവിജ്വലും HUFനും മാത്രമാണ് ഈ 3 റെസിഡൻഷ്യൽ സ്റ്റാറ്റസുകളുള്ളൂ. ബാക്കി എല്ലാറ്റിനും 2 സ്റ്റാറ്റസേ ഉള്ളൂ, റെസിഡൻറ്റോ അല്ലെങ്കിൽ നോൺ റെസിഡൻറ്റോ, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ വളരെ ചെറിയൊരു വീഡിയോ ആണ്. ഇതിൽ നമുക്ക് ഇതോടുകൂടിയിട്ട് ഈ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ ഈ ഒരു നമ്മുടെ പേഴ്സൺ ആരാണ്, അവരുടെ ആ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതെന്നുള്ള കാര്യം മാത്രമാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇവർക്കൊക്കെ വരുന്ന ആ ഒരു ഇൻസിഡൻസ് ഓഫ് ടാക്സ് എന്താണെന്നുള്ളതാണ് അടുത്തൊരു ടോപ്പിക്ക് വരുന്നത്. അപ്പോൾ ഇപ്പോഴും പറയാറുള്ള പോലെ തന്നെ എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരിലേക്കും ഒന്ന് എത്തിച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, താങ്ക്